പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഡിമിട്രോസ് ഡയമൻഡാക്കോസിന്റെ പകരക്കാരനെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പം ആശങ്കയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. കാരണം സൈനിങ് എല്ലാം ഉടനെ തന്നെ കംപ്ലീറ്റ് ആക്കി ട്രെയിനിങ് എല്ലാം ആരംഭിച്ചതിന് ശേഷം മാത്രമേ താരത്തിന് ടീമുമായിട്ട് അഡാപ്റ്റ് ആവാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പുറത്തു വന്നിരുന്ന റൂമറായിരുന്നു സ്റ്റീവൻ ജോവട്ടിക് എന്ന മോണ്ടിനെഗ്രൻ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസ് അല്പം കുറവാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ സ്റ്റീവൻ ജോവട്ടിക് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഓഫർ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് പുതിയൊരു ഓഫർ കൂടി താരത്തിന് കൊടുത്തു. 1 വർഷം കൂടിയുള്ള ഒരു കോൺട്രാക്റ്റും അതിനോടൊപ്പം തന്നെ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ സീരിയ ടീമായിട്ടുള്ള ജനോവ CFC എന്ന ടീമും ജോവട്ടിക്കിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. താരത്തിന് പോകാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതും ആ ഒരു ക്ലബിലേക്കാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഒരു പുതിയ ഓഫർ ജോവട്ടിക്ക് സ്വീകരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. IFT ന്യൂസ് മീഡിയയുടെ റൈറ്റർ ആയിട്ടുള്ള റജിൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. യുറുഗ്യൻ സ്ട്രൈക്കർ ആയിട്ടുള്ള ഫെക്കോണ്ടോ ബസേലോ എന്ന താരത്തിന് ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് താരവുമായിട്ട് ധാരണയിലെത്തിയെങ്കിലും നിർഭാഗ്യവശാൽ ഈ ഒരു ഡീല് നടക്കാതെ പോവുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഡീൽ അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഒരു ഡീലിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് റജിന് കൃത്യമായി അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ഡീല് ഇനി നടക്കാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. ജോവട്ടിക്കിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഓഫർ താരത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ആ ഒരു ഓഫർ താരം അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾക്ക് അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.